നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴ തുടരും. ശക്തമായ തിരമാലകൾക്കും കനത്ത കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ ജാഗ്രത. അതിശക്തമായ കാറ്റിൽ കുന്നംകുളം പാറയിൽ മാർക്കറ്റിൽ മരക്കൊമ്പ് പൊട്ടിവീണ് കടകൾ തകർന്നു. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7 ബുധനാഴ്ച ആഘോഷിക്കും. മെയ് 27 ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ദുൽഖാദ് മാസം 30 പൂർത്തിയാക്കി. മെയ് 29 വ്യാഴാഴ്ച ദുൽ ഹിജ്ജ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ. അറഫ ദിനം ജൂൺ 6 വെള്ളിയാഴ്ച ആചരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLAയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴ തുടരും. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. 3 ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത നിലവിലുണ്ട്. ശക്തമായ തിരമാലകൾക്കും കനത്ത കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയും ജാഗ്രതയിലാണ്. അതിശക്തമായ കാറ്റിൽ കുന്നംകുളം പാറയിൽ മാർക്കറ്റിൽ മരക്കൊമ്പ് പൊട്ടിവീണു. കടകൾ തകർന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. പാറയിൽ മാർക്കറ്റിനുള്ളിൽ നിന്നിരുന്ന ആൽമരത്തിന്റെ കൊമ്പാണ് വീശിയടിച്ച കാറ്റിൽ ഒടിഞ്ഞ് ഉണക്ക മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്ക് മുകളിൽ വീണത്. അപകടത്തിൽ ഒരു കട പൂർണ്ണമായും 2 കടകൾ ഭാഗികമായും തകർന്നു. പൂർണ്ണമായി തകർന്ന കട ഉടമ അബു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ദീർഘനാളായി കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിനാൽ അത്യാഹിതം ഒഴിവായി. അപകടത്തിൽ നിലവിൽ ആർക്കും പരിക്കേറ്റില്ല. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭ അധികൃതർ സംഭവസ്ഥലത്തെത്തി ഒടിഞ്ഞു വീണ മരക്കൊമ്പ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതോടൊപ്പം അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. നമ്മുടെ കുന്നോളം മാർക്കറ്റിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ ആലുമരം പൊട്ടി വീണതാണ്. നാശനഷ്ടങ്ങൾ കുറച്ചുണ്ടായിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ആലുമരം വീണതാണ്. ഇതിപ്പോൾ ഉണ്ടായതേട്ടാ? എപ്പോഴുണ്ടായേ? 5 മിനിറ്റ്. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടാ? 2 ആരുടെ പീടിയ? ഷാജുണ്ട്. ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയില്ല. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം പ്രവർത്തന സജ്ജമാക്കാതിരുന്നത് ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയെന്ന് മുൻ MP TN പ്രതാപൻ. പഞ്ചായത്തിന്റെ നിലവിലുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനു മുമ്പ് ഉദ്ഘാടനം നടത്തിയ ഓഫീസ് ഇതുവരെ പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിനും LDFനുമാണ്. 10 വർഷം മുമ്പ് UDF പഞ്ചായത്ത് ഭരണത്തിലിരിക്കെയാണ് മുൻ MLA PA മാധവന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം സജ്ജമാക്കിയത്. എന്നാൽ സംസ്ഥാനത്തും പഞ്ചായത്തിലും 10 വർഷം ഭരണത്തിലിരുന്ന CPIMന് പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റാനായില്ല. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയും നിലവിലെ MLAയുടെയും പഞ്ചായത്തിലെ ഭരണപക്ഷത്തിന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്നും പ്രതാപൻ വ്യക്തമാക്കി. അതിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും എന്ത് ന്യായീകരണം പറഞ്ഞാലും, കരാറുകാരൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞാലും, സമയത്തിന് പണി തീർപ്പിക്കാത്തതിനും എസ്റ്റിമേറ്റിൽ ആവശ്യമായ റിവിഷൻ വരുത്തണമെങ്കിൽ ആ റിവിഷൻ വരുത്തുന്നതിനും സാങ്കേതികമായ തടസ്സങ്ങൾ നിങ്ങൾ തടസ്സം മാറ്റിയെടുക്കുന്നതിനാണ്
സംസ്ഥാന ഗവൺമെന്റിനെ MLA മുഖാന്തരോ അല്ലെങ്കിൽ മറ്റ് നേരിട്ടിട്ടോ സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ച് അതിനാവശ്യമായ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി വേണ്ടി വന്നാൽ പ്ലാൻ ഫണ്ടിൽ നിന്നോ MLA ഫണ്ടിൽ നിന്നോ അധിക പണം സ്വീകരിച്ച് 50 ലക്ഷം രൂപ ശ്രീ PA മാധവൻ MP MLA ആയിരുന്നപ്പോഴാണ് MLA ഫണ്ട് ഈ പഞ്ചായത്തിന് കെട്ടിടം പണിയാൻ നൽകിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, ജസ്റ്റിൻ കൂനമൂച്ചി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഉഷാക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, AA കൃഷ്ണൻ, ജയൻ പാണ്ഡ്യത്ത്, TO ജോയ്, സെബീന റിറ്റോ എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. അകലാട് ബദർപള്ളി സെന്ററിൽ കണ്ടെയ്നർ ലോറി റോഡരികിലെ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടം. വൈദ്യുതി കേബിൾ, ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായി. ബുധനാഴ്ച പുലർച്ചെ 4:30 അപകടമുണ്ടായത്. ചാവക്കാട് ഭാഗത്തു നിന്നും വരുന്ന കണ്ടെയ്നർ ലോറിയാണ് ഇടിച്ചത്. ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാ നെറ്റ് തകർന്നു. വൈദ്യുതി കാലുകളും മുറിഞ്ഞു. ട്രാൻസ്ഫോമറിൽ ഇടിച്ച ലോറി MP യൂസഫിന്റെ വീട്ടുമതിലും ഗേറ്റും തകർത്താണ് നിന്നത്. നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. KSEB ജീവനക്കാരും സെൻസ് കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരും സ്ഥലത്തെത്തി തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7 ബുധനാഴ്ച ആഘോഷിക്കും. മെയ് 27 ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ദുൽഖദ് മാസം 30 പൂർത്തിയാക്കി മെയ് 29 വ്യാഴാഴ്ച ദുൽഹിജ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഇതുപ്രകാരം അറഫ ദിനം ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും. അതേസമയം സൗദിയിൽ 27 മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖദ് മാസം പൂർത്തിയാക്കി മെയ് 28 ദുൽഹിജ മാസം 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഇതുപ്രകാരം ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ 5 വ്യാഴാഴ്ചയും ബലിപെരുന്നാൾ ജൂൺ 6 വെള്ളിയാഴ്ചയുമായിരിക്കും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാനായി ജൂൺ 3 ചൊവ്വാഴ്ച ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നെത്തിയ ഹാജിമാർ മക്കയിൽ നിന്നും പരിസര പ്രദേശത്ത് നിന്നും മിനായിലേക്ക് നീങ്ങും. ജൂൺ 4 ബുധനാഴ്ച മിനായിൽ തങ്ങി പ്രാർത്ഥനയിൽ മുഴുകുന്ന ഹാജിമാർ ജൂൺ 5 വ്യാഴാഴ്ച അറഫയിലെത്തി സംഗമത്തിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സന്ധ്യയോടെ അറഫയിൽ നിന്നും മുസ്ദലിഫയിൽ എത്തി രാപ്പാർക്കുന്ന ഹാജിമാർ വെള്ളിയാഴ്ച പെരുന്നാൾ ദിനത്തിൽ മിനായിൽ തിരിച്ചെത്തി കല്ലേറുകർമ്മമടക്കമുള്ള ചടങ്ങുകൾ നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മിനായിൽ ചടങ്ങുകൾ തുടരുന്ന ഹാജിമാർ ഹജ്ജ് കർമ്മത്തിലെ മിനായിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മക്കയിലേക്ക് തിരികെ വരിക. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് വിമാനം മെയ് 10 172 യാത്രക്കാരുമായി കരിപ്പൂരിൽ നിന്ന് യാത്ര പോയിരുന്നു. 17,883 പേരാണ് ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നത്. ജൂൺ 22 മുതൽ ഹാജിമാർ തിരിച്ചുവരവ് തുടങ്ങും. പിറകോട്ടെടുത്ത ലോറിയിടിച്ച് പെരുമ്പിലാവ് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന്റെ കവാടവും മതിലും തകർന്നു. ബുധനാഴ്ച കാലത്ത് 9:30 സംഭവം. പ്രദേശത്തെ വിവിധ സ്കൂളുകളിലേക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നതിനായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി പിറകോട്ടെടുത്ത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുന്നതിനിടയിൽ കവാടത്തിൽ കുടുങ്ങുകയും തുടർന്ന് മതിൽ തകരുകയുമായിരുന്നു. നാട്ടുകാരും PTA ഭാരവാഹികളും പ്രദേശത്തെ യൂണിയൻ തൊഴിലാളികളും സ്ഥലത്തെത്തി ലോറിയിൽ കുടുങ്ങിയ കവാടം ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എടുത്തുമാറ്റി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLAയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. താൽക്കാലികമായി നിർമ്മിച്ച ബണ്ടുകൾ പൊട്ടിച്ചതോടെ ആ മണ്ണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് മൂലം സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിട്ടും ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. MLAയുടെ കഴിവുകേടുകൊണ്ട് മാത്രമാണ് സമീപവാസികൾ ദുരിതത്തിലായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതീകാത്മകമായി കോലം കത്തിച്ചത്. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം 30 ആയിട്ട് പോലും പണി കഴിയാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ ഇതാ കനത്ത മഴ പെയ്തപ്പോ ഇതുവരെ ചെയ്ത പണി മുഴുവൻ ഒലിച്ചുപോയി. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നഷ്ടമുണ്ടായത്. സമയബന്ധിതമായി
ഇടിയങ്കര റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ, ജനങ്ങളെ വെല്ലുവിളിക്കുന്നവർ, ജനങ്ങളുടെ ജീവൻ സ്വന്തം സംരക്ഷണം കൊടുക്കാത്തവർ, അവർ ഈ നാടിന് ബാധ്യതയാണ്. ആ ബാധ്യത അവസാനിപ്പിക്കാനുള്ള വലിയ തീരുമാനമെടുത്താണ് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി. നിയോജക മണ്ഡലം ഭാരവാഹികളായ ജിൽസ് പാവർട്ടി, ശരത് കുമാർ, ജനീഷ് വയനാടൻ, മണ്ഡലം പ്രസിഡന്റുമാരായ അനീഷ് എലവത്തൂർ, അരുൺ വെങ്കിടങ്ങ്, സനിഷ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനാസ് മങ്ങാടൻ, ഫാസിൽ, നബീൽ വാടാനപ്പള്ളി, ശ്രീരാഗ് പേനകം എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് മിൽ സെന്ററിന് സമീപം ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വരവൂർ മുളയ്ക്കൽ വീട്ടിൽ സുമേഷ്, കിള്ളിമംഗലം പത്മശ്രീ വീട്ടിൽ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 2 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കുന്നംകുളം നഗരസഭാ പരിധികളിലെ ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി സ്നേഹസംഗമം നടത്തി. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ER ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ് DNO MS ഷീജ മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെൽത്ത് സൂപ്പർവൈസർ U വിശ്വനാഥൻ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ K വസന്ത, KM ഷെമീന, K ജെയിനി, KP ബേബി എന്നിവർ ആദരം ഏറ്റുവാങ്ങി. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ്, പ്രോഗ്രാം കോർഡിനേറ്റർ CV അജയ്കുമാർ, പ്രോഗ്രാം കൺവീനർ ബിഞ്ചു C ജേക്കബ്, ബീന തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ നാടകാവതരണം ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ ആദരം. 2024-25 വാർഷിക പദ്ധതി ചെലവ് പുരോഗതിയിൽ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനത്തിനുള്ള ആദരം കളക്ടറേറ്റിലെ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവരിൽ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഏറ്റുവാങ്ങി. സാമ്പത്തിക വർഷത്തിൽ 100% വാർഷിക പദ്ധതി ചെലവ് നടത്തിയതിനുള്ള പുരസ്കാരമാണ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. സെക്രട്ടറി IP പീതാംബരൻ, വൈസ് പ്രസിഡന്റ് KV കബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ KH കയ്യിമു ടീച്ചർ, ET ഫിലോമിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ ഓംബുഡ്സ്മാൻ സന്ദർശിച്ചു. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ഓംബുഡ്സ്മാന്റെ സന്ദർശനം. 16 വാർഡുകളിൽ നിന്നും പങ്കെടുത്ത തൊഴിലാളികളുടെ പ്രതിനിധികളും ഗുണഭോക്താക്കളും പങ്കെടുത്തു. വിവിധ വാർഡുകളിലെ ഗ്രാമസഭകളും സോഷ്യൽ ഓഡിറ്റും ഓംബുഡ്സ്മാൻ സിറ്റിംഗിന്റെ ഭാഗമായി നടന്നു. സോഷ്യൽ ഓഡിറ്റിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ യാതൊരുവിധ പരാതിയും അപാകതകളും നിലവിലുണ്ടായിരുന്നില്ല. മികച്ച രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകുന്ന ഗ്രാമപഞ്ചായത്തിനെ ഓംബുഡ്സ്മാൻ അഭിനന്ദിച്ചു. മരണപ്പെടുന്ന തൊഴിലാളികൾക്ക് മറ്റംഗങ്ങൾ സ്വരൂപിച്ചു നൽകുന്ന ആശ്വാസനിധി പദ്ധതി സംസ്ഥാനത്ത് മാതൃകാപരമാണെന്നും ഓംബുഡ്സ്മാൻ അഭിപ്രായപ്പെട്ടു. കയർ ഭൂവസ്ത്രം വിരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച ഇന്ദ്രാംചിറ മികച്ച അമൃത സരോവറായി തെരഞ്ഞെടുത്തിരുന്നു. നിരവധി കുളങ്ങൾ, ടാങ്കുകൾ, തൊഴുത്തുകൾ, കിണറുകൾ എന്നിവയും എളവള്ളിയിൽ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരുന്നു. പഞ്ചായത്തിലെ 240 തൊഴിലാളികൾ പദ്ധതിയിൽ 100 ദിനം പൂർത്തീകരിച്ചിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് ആദ്യമായി നാളികേര ക്ലസ്റ്ററുകൾ തുടങ്ങുന്നതിന്റെ അവസാനഘട്ടത്തിലാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ KV അബ്ദുൾ അസീസ് മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ NB ജയ, TC മോഹനൻ, PM അബു, ഷാലി ചന്ദ്രശേഖരൻ, സനിൽ കുന്നത്തുള്ളി, രാജി മണികണ്ഠൻ, മുല്ലശ്ശേരി BDO ഇൻചാർജ് KS സൂരജ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ P മധു, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, മുല്ലശ്ശേരി ബ്ലോക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ MA ആതിര, എളവള്ളി അക്രഡിറ്റഡ് എഞ്ചിനീയർ ദീജ ദേവദാസ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു.
SSLC +2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ സ്കൂളിന്റെ മാഗസിൻ പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷർ വാർഡ് കൗൺസിലർ ബിജു സി ബേബി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി സോമൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ തുടങ്ങിയവർ സംസാരിച്ചു. കൊയ്ത്തു കഴിഞ്ഞ ഉപ്പുങ്ങൽ പടവിൽ മഴവെള്ളം നിറഞ്ഞതോടെ താറാവ് കൂട്ടങ്ങളുമായി അവർ വീണ്ടുമെത്തി. ആലുവ ഫാമിലുള്ള കൊച്ചുമോനും സംഘവുമാണ് 3000-ലധികം താറാവ് കൂട്ടങ്ങളുമായി എത്തിയത്. പാടങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വല ഉപയോഗിച്ച് മേൽക്കൂരയില്ലാത്ത കൂടൊരുക്കി അതിനുള്ളിലാണ് രാത്രിയിൽ താറാവുകളെ പാർപ്പിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് വലിച്ചുകെട്ടി അതിനുള്ളിലാണ് കൊച്ചുമോനും കൂട്ടാളി പ്രബുൽ രാജുവിന്റെയും അന്തിയുറക്കം. രാവിലെ 7 മണിയോടുകൂടി താറാവുകളുമായി അവർ പാടത്തേക്കിറങ്ങും. പിന്നീട് വൈകിട്ട് 6 മണിക്ക് എല്ലാത്തിനെയും നെറ്റിനുള്ളിലാക്കി സുരക്ഷ ഒരുക്കും. 5 മാസം പ്രായമായ താറാവുകളാണ് ഇപ്പോൾ ഇവരുടെ പക്കലുള്ളത്. 8 മാസം പ്രായമായാൽ മുട്ടയിട്ടു തുടങ്ങും. വിരിച്ചിറങ്ങിയ താറാവുകളുമായി ആദ്യം തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചു. കേരളത്തിലെ കൊയ്ത്ത് കഴിയുന്നതോടുകൂടിയാണ് ഇവിടെ എത്തുക. ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവരുടെ കൂലി നിശ്ചയിക്കുന്നത്. വെയിലോ മഴയോ വകവയ്ക്കാതെയാണ് ഇവരുടെ സഞ്ചാരം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇതിനു പറ്റിയ നല്ല അവസ്ഥയാണെങ്കിലും ഈ വർഷം മുതൽ കുറുനരികളുടെയും കാട്ടുപന്നികളുടെയും ശല്യം കൂടിയതായി ഇവർ വ്യാകുലതയോടെ പറഞ്ഞു. മഴ പെയ്തതോടെ കനോലി കനാലിലും പാടശേഖരങ്ങളിലും മീൻപിടുത്തം തകൃതിയായി. അണ്ടത്തോട്, അകലാട്, മന്ദലാങ്കുന്ന്, പാലപ്പെട്ടി ഭാഗങ്ങളിൽ കനോലി കനാലുകളിൽ വീശുവല ഉപയോഗിച്ചും പുന്നിയൂർ, കുരഞ്ഞൂർ, കാവുട്ടിച്ചിറ, ഈച്ചിപ്പാടം എന്നീ കുട്ടാടൻ പാടശേഖരങ്ങളിൽ ചൂണ്ടയിട്ടുമാണ് മീൻപിടുത്തം സജീവമായിരിക്കുന്നത്. കുറച്ചുപേർക്കിത് വിനോദമാണെങ്കിൽ മറ്റു ചിലർക്കിത് ഉപജീവനത്തിനുള്ള ഉപാധിയുമാണ്. മഴ പെയ്തതോടുകൂടി മീൻപിടുത്തത്തിന് ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളാണ് എത്തുന്നത്. കനാലിലെയും സമീപ സ്വകാര്യ കുളങ്ങളിൽ നിന്നും വലിയ തോതിൽ മത്സ്യം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ചെമ്പല്ലി, പരൽ, പൂട്ട, കണമ്പ്, കോലാൻ, ബ്രാൽ, ഏട്ട തുടങ്ങിയവ മീനുകളാണ് യഥേഷ്ടം ലഭിച്ചത്. പരിസര പ്രദേശങ്ങളിൽ വെച്ച് തന്നെ വിൽപ്പനയും സജീവമാണ്. പഴഞ്ഞി ചിറക്കൽ ഷാപ്പ് റോഡിൽ 50 വയസ്സുകാരനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേരോത്ത് പരേതരായ പാറൻ മാധവി ദമ്പതികളുടെ മകൻ 50 വയസ്സുള്ള മോഹനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീർഘകാലമായി ചിറക്കൽ ഷാപ്പ് റോഡിൽ പലചരക്ക് കട നടത്തിവരികയായിരുന്നു. അവിവാഹിതനാണ്. സഹോദരൻ ഹരിദാസിനൊപ്പം തറവാട്ട് വീട്ടിലായിരുന്നു താമസം. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് മരിക്കുന്നതെന്ന ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ നിന്നും കണ്ടെത്തി. പുഷ്പ, രാധ, ഇന്ദിര, ഹരിദാസൻ, അജിത എന്നിവർ സഹോദരങ്ങളാണ്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു.
+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വെള്ളിത്തിരുത്തി അകഴിമനയിൽ AC വൈദേഹിയെ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ, ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ, ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്ു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് വൈദേഹി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ CPIM-നെയും നേതാക്കളെയും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉയർത്തി വേട്ടയാടുന്ന കേന്ദ്ര ഏജൻസിയായ ED-യുടെ നീക്കത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, PT ജോസഫ്, സുമന സുഗതൻ, OS മനോഷ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, PB ബിബിൻ, KK യോഗേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞിയിൽ നിന്നാരംഭിച്ച പ്രകടനം ജെറുസലേം സെന്ററിൽ സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VC ഷാജൻ, KR ബിനോഷ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ലോക്കൽ കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. KK രാജൻ, ജമീല രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടത്തിയ പ്രകടനത്തിനു ശേഷം നടന്ന പ്രതിഷേധയോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, RA അബ്ദുൾ ഹക്കീം, ലതി വേണുഗോപാൽ, AS സതീഷ്, തുപ്പത്ത് കൃഷ്ണൻ, KK മനോജ്, KB ബിജു, PK രമേശ്, TS സനു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പുന്നയൂർകുളത്തെ ചെറായി പടിഞ്ഞാക്കര കളരിയിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തച്ചോളി ഉദയനന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന പടിഞ്ഞാക്കര കളരിയിൽ തന്ത്രി വിജയൻ ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചെറായി പണിക്കർ കളരി സമാജം പ്രസിഡന്റ് CP രദീപ്, സെക്രട്ടറി CP ബൈജു എന്നിവർ നേതൃത്വം നൽകി. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച പ്രതിഷ്ഠാദിന പൂജകൾ കലശ സമർപ്പണത്തോടുകൂടി സമാപിച്ചു. ഗുരുവായൂരിനെ ഇരുട്ടിലാക്കുന്ന KSEB-യുടെ അനാസ്ഥയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ അറിവോടുകൂടിയുള്ള പവർക്കട്ടും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് RV അബ്ദുറഹീം കുറ്റപ്പെടുത്തി. ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ പോലെ 10,000 എത്തിച്ചേരുന്ന ഇടങ്ങളെ പവർക്കട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗുരുവായൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു ആവശ്യപ്പെട്ടു. മണ്ഡലം വൈസ് പ്രസിഡന്റ് RA അബൂബക്കർ, ഹംസ അമ്പലത്ത്, അഷ്റഫ് പൂക്കോട്, മുസ്തഫ കുരഞ്ഞൂർ, യൂസഫ് അലി, സജി മോസ്കോ, രവി പഞ്ചാരമുക്ക് എന്നിവർ സംസാരിച്ചു. പ്രകടനമായി KSEB ഓഫീസിൽ ചെന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഷിഹാബ് കാരക്കാട്, ഹംസ കുന്നിക്കൽ, മുനീർ പഞ്ചാരമുക്ക്, MSF മുനിസിപ്പൽ പ്രസിഡന്റ് മുഹമ്മദ് നസീം, നിസാം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള തൈക്കാട് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് നൌഷാദ് നെടുമ്പറമ്പ് നന്ദിയും പറഞ്ഞു. അഞ്ഞൂർ കോട്ടപ്പടി റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപം ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് രാത്രി സമയങ്ങളിൽ മാലിന്യം തള്ളുന്നതെന്ന് പറയുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾക്കൊപ്പം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ് എന്നിവയും പേപ്പർ, ടേബിൾ വിരിയും കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറി ഇറങ്ങി റോഡിലും പരിസരത്തും വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥയാണ്. ഗുരുവായൂർ നഗരസഭയുടെയും വടക്കേക്കാട് പഞ്ചായത്തിന്റെയും അതിർത്തിയിലാണ് മാലിന്യം തള്ളുന്നത്. അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കാഞ്ചേരി കുന്നംകുളം പാതയുടെ ഇരുവശങ്ങളിലായി യാത്രികർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റണമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും പൊട്ടിവീണ ജനജീവന് ഭീഷണിയായേക്കാവുന്ന മരച്ചിലകൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് PWD അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്നതും ഓട്ടോ പാർക്ക്, ബസ് സ്റ്റോപ്പ് അടക്കം സമീപത്തുള്ളതുമായ ഇടങ്ങളിലെ മരക്കൊമ്പുകൾ വെട്ടിമാറ്റാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം ട്രഷറർ ആന്റോ പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പഴഞ്ഞി അയനൂരിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയനൂർ ആശാൻകുന്ന് കൊടിയാട്ടിൽ അപ്പുകുട്ടൻ മകൻ ബാലചന്ദ്രനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബുധനാഴ്ച വൈകിട്ട് 5-ന് തറവാട്ട് വളപ്പിൽ സംസ്കാരം നടന്നു. ഷീനയാണ് ഭാര്യ. ആദിത്യൻ, അനാമിക എന്നിവർ മക്കളാണ്. 2021-24 ബാച്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLB പരീക്ഷയിൽ എരുമപ്പെട്ടി സ്വദേശിനി ജൂലിയ ഷാജന് 1ാം റാങ്ക്. KMCT ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. നെഹ്റു അക്കാദമി ഓഫ് ലോ കോളേജിൽ LLM വിദ്യാർത്ഥിനിയാണിപ്പോൾ. എരുമപ്പെട്ടി ചെറുവത്തൂർ വീട്ടിൽ ഷാജൻ ജെയ്സി ദമ്പതികളുടെ മകളാണ്. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാമൂഹിക സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഉഡാൻ എന്ന പേരിൽ മെയ് 26 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ അധ്യാപക വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടിയുള്ള വിവിധയിനം പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത കഥകളി നാടക കലാകാരനായ പിശപ്പള്ളി രാജീവ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ ഹനീസ M അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് KM, IQAC കോർഡിനേറ്റർ മിനി TJ, യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഷഹാന KK, സാവിത്രി PR തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,450 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം. പഴഞ്ഞി ഹൈസ്കൂൾ റോഡിൽ താമസിക്കുന്ന കൊള്ളന്നൂർ പരേതനായ ചേറപ്പൻ മകൻ മാത്യു എന്ന കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. സംസ്കാരം മൂലേപ്പാട്ട് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പെങ്ങാമുക്ക് സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മേരി ജോസ് ഭാര്യയും മീര, സിമ്മി, സോമൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴ തുടരും. ശക്തമായ തിരമാലകൾക്കും കനത്ത കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ ജാഗ്രത അതിശക്തമായി. കാറ്റിൽ കുന്നംകുളം പാറയിൽ മാർക്കറ്റിൽ മരക്കൊമ്പ് പൊട്ടിവീണ് കടകൾ തകർന്നു. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7-ന് ബുധനാഴ്ച ആഘോഷിക്കും. മെയ് 27 ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ദുൽഖഅദ് മാസം 30 പൂർത്തിയാക്കി. മെയ് 29 വ്യാഴാഴ്ച ദുൽഹിജ്ജ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ. അറഫ ദിനം ജൂൺ 6 വെള്ളിയാഴ്ച ആചരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLAയുടെ കോലം കത്തിച്ച പ്രതിഷേധം. കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.